അപ്പോൾ ഇന്ന് കാലത്ത് പുലർച്ചെ 4:30 ആകുമ്പോഴേക്കും ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ഞാൻ സാധാരണ ഈ ടൈമിൽ വർക്കിന് പോകാൻ വേണ്ടി മാത്രമേ എഴുന്നേക്കാറുള്ളൂ. അങ്ങനെ എഴുന്നേറ്റിപ്പോൾ ഒരു ഉറക്കപ്പിച്ച് മാറണേയില്ല. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഏട്ടനും കാത്തുമ്പിക്കും കുളിക്കുള്ള ചൂടുവെള്ളം വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോയി. ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം എനിക്ക് കുറച്ചധികം പെട്ടി ഒതുക്കാനുണ്ടായിരുന്നു. കാരണം ഇന്ന് ഞങ്ങൾ എറണാകുളം പോവാണ് കാത്തുൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട്. കുറേ പേര് വെച്ച് എന്തിൻ്റെ ഷൂട്ടാണെന്ന് കാത്തു സീരിയലിൽ അഭിനയിക്കുന്നുണ്ട്, അതിൻ്റെ ഷൂട്ടാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ പിന്നെ പറയാം. അങ്ങനെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് അടിച്ചുടയ്ക്കാൻ വരുമ്പോഴേക്കും ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം വീടൊക്കെ അടിച്ച് തുടച്ച് ഞാൻ മേക്കപ്പ് ചെയ്യാൻ നിന്നു. കാരണം ഇന്ന് നമുക്കൊരു 7 മണി ആകുമ്പോഴേക്കും അമ്പലത്തിൽ എത്തണം. കാരണം ഇന്ന് പിള്ളേർ ക്ലാസ്സുള്ള ദിവസമാണ്. അപ്പോൾ ഈ മാലയൊക്കെ ഇട്ട് കഴിഞ്ഞ് അമ്പലത്തിൽ പോയിട്ട് വേണം അവർ ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട്. എനിക്കൊരു 11 മണി നമുക്ക് എറണാകുളം എത്തും വേണം. അങ്ങനെ ഞങ്ങൾ വേഗം റെഡി ആവുന്നുണ്ട്. അപ്പോഴേക്കും ഏട്ടൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, തിരക്കുള്ളതുകൊണ്ട് തന്നെ. പിന്നെ വേഗം കാത്തുമ്മേനും കുളിപ്പിച്ച് ആൾക്ക് പട്ടുപാടൊക്കെ ഇട്ട് കൊടുത്തു. അവൾക്ക് അമ്പലത്തിൽ പോകുമ്പോൾ പട്ടുപാട് ഇടാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ സാരി ഉടുക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് പട്ടുപാട് ഇടണം, അല്ലെങ്കിൽ അവൾ അലമ്പാക്കും. ഞാൻ വേഗം ആൾക്ക് മുടിയൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട്. നനഞ്ഞ മുടിയുണ്ട് തന്നെ ഞാൻ 2 വശത്തൊന്നും കെട്ടിയില്ല, ജസ്റ്റ് ഒരു ഭാഗത്ത് മാത്രം പണിട്ട് കൊടുത്തു. ഉറക്കക്ഷീണം അവൾക്കുണ്ട്, അതിൻ്റെ വാശിയുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. എനിക്കൊന്ന് മുടി കെട്ടും കൂടിയേ വേണ്ടു. അപ്പോഴേക്കും പാപ്പനും മേമയൊക്കെ അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞിട്ട് വിളിച്ചു. പിന്നെ ഞങ്ങൾ വേഗം അങ്ങോട്ട് എത്തണം. പിന്നെ വേഗം ഡോറൊക്കെ പൂട്ടി വണ്ടിയിൽ കയറി. നമ്മളടുത്തുള്ള അമ്പലം തന്നെയാണ് കല്ലേക്കുന്നിൻ്റെ അവിടെ. അവിടെ ആകുമ്പോൾ മതമോ കാര്യങ്ങളൊന്നും ഇല്ല. ഏട്ടന് ഈ അമ്പലത്തിൽ കയറാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് സമ്മതമായിട്ട് മാല ഇടാമല്ലോ, അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ വെച്ചിട്ട് ഇടാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഏട്ടനോട് കയറിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളൊരു അമ്പലത്തിൽ വെച്ചിട്ടാണ് മാല ഇട്ടത്. പിന്നെ അവിടെ എത്തിയപ്പോൾ പാപ്പനും മേമയും കൂടി വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളും കൂടി നല്ല കാറ്റുള്ള സ്ഥലമാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കെട്ടുപോകാൻ ചാൻസ് ഭയങ്കര അധികമായിരുന്നു. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടാണ് വിളക്കൊക്കെ കത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ വേഗം ഉള്ളിൽ കയറി അമ്പലത്തിൽ ഫുള്ളും പ്രാർത്ഥിച്ച് അങ്ങനെ നമ്മളെ മാല പൂജിച്ചുകൊണ്ടിരിക്കട്ടെ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. അതേപോലെ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച കാര്യമാണ് ഏട്ടനും കാത്തുമ്മനും മല കയറ്റുന്നതെന്ന്. കാത്തുവിന് പോകാൻ പറ്റിയില്ല. കാത്തുവിന് അടുത്ത പ്രാവശ്യം പോകാമല്ലോ. ഈ പ്രാവശ്യം എന്തായാലും ഏട്ട അയ്യപ്പനെ കണ്ടിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. മനസാ വാച കർമ്മേണ അറിഞ്ഞോ അറിയാതെയോ വന്നിട്ടുള്ള എല്ലാ തെറ്റുകളും പുറത്ത് കനിഞ്ഞു കടാക്ഷിക്കണമേ ശബരിഗിരീശ്വരാ ശരണം അങ്ങനെ വേറെ തടസ്സങ്ങളൊന്നുമില്ല. ഏട്ടൻ മാലയിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് ഏട്ടൻ ശബരിമലയിൽ പോവുകയാണ്. പിന്നെ ഏട്ടയിൽ കുറേ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ അതൊന്നും ഞങ്ങൾ നോക്കണില്ല. ഞങ്ങൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതാട്ടെ ഞങ്ങൾ ചെയ്തത്. പിന്നെ അമ്പലത്തിൽ പ്രാർത്ഥിച്ച് നാളേരം പൊട്ടിക്കില്ല. ഏട്ടൻ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, റെഡി ആവുമെന്നൊക്കെ. അപ്പോൾ ഏട്ടൻ മാത്രമല്ല മാലിട്ടത്, പാപ്പൻ്റെ മോനും കൂടി ഇട്ടിട്ടുണ്ട്. കാരണം ഇവർ 3 ആളും അച്ഛൻ്റെ കൂടെ തൊഴാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യമൊക്കെ നമുക്ക് നാളത്തെ വീഡിയോ കാണാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇത്രയ്ക്കുള്ളൂ. ബായ്.